ദൈവത്തിൻ്റെ ദൂതന്മാർ നമുക്ക് വേണ്ടി റിലീസാവുന്നുണ്ട്. ഇതൊരു സത്യമായ കാര്യമാണ്. ഇപ്പം ഇവിടെ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ ഓരോ വചനവും ദൈവത്തിൽ നിന്നുള്ള റെവലേഷനായിട്ട് നമ്മൾ പ്രാപിക്കുമ്പോൾ നമ്മളിൽ കൂടെ ശക്തി വെളിപ്പെടാൻ വേണ്ടി തുടങ്ങും. അതൊരു സാധാരണ കാര്യമാണ്, അത് സൂപ്പർ നാച്ചുറൽ കാര്യമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചത് സാധാരണ കാര്യമാണ്. പക്ഷെ ആ സാധാരണ കാര്യം നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നടക്കുന്ന രീതി ശരിയല്ല. ദൈവത്തിൻ്റെ ദൂതൻ ഇവിടെ ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുക. ഞാൻ നമ്മുടെ ഞായറാഴ്ച മീറ്റിംഗ് ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ഇരിക്കുന്ന AC-യുടെ കീഴിലാണേലും ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം വരുമ്പോൾ ഒരു ചൂട് വരും. ഇപ്പം എനിക്കറിയാം, ഒരു ഏഞ്ചൽ ഇറങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ പോയി, കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. നമ്മുടെ സഭയിലെ അവർ പറയായിരുന്നു, പ്രാർത്ഥിച്ച ശേഷം 2 കാര്യങ്ങൾ സൗഖ്യമായി. ഒന്ന്, അവരുടെ ഹാർട്ടിൻ്റെ ഇടിപ്പ് കൂടുതലായിരുന്നു, സൗഖ്യമായി. ശരീരത്തിൽ നിന്ന് പ്രോട്ടീൻ പോകുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു, സൗഖ്യമായി. ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. അത് പറയുന്ന വ്യക്തിയുടെ പ്രത്യേകതയല്ല, ഈ വചനത്തിൻ്റെ ശക്തിയാണ്. ഇന്ന് നമ്മൾ അതേ ശക്തി അനുഭവിക്കാൻ വേണ്ടി പോവാം. എഫേസ്യ ലേഖനം 2:10. എഫേസ്യ ലേഖനം 2:10. അവിടെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തിക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നോക്കിയാൽ നമ്മൾ ഈ വചനം പറയുവാണെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തിക്ക് വേണ്ടി. ഫസ്റ്റത്തെ പോയിന്റ് കൈപ്പണിയായിട്ട്. നമ്മൾ പല ട്രാൻസ്ലേഷൻസ് ഉണ്ട്. ഒരു ട്രാൻസ്ലേഷൻ നമ്മൾ വായിച്ച സമയത്ത് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, വി ആർ ഗോഡ്സ് മാസ്റ്റർ പീസ്. അവിടെ ഇരിക്കുന്നത് ഫോർ വി ആർ ഹിസ് മാസ്റ്റർ പീസ്, അങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് അതിൻ്റെ റൈറ്റ് ട്രാൻസ്ലേഷൻ, അതിൻ്റെ ഡീപ്പ് റെവലേഷനിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ്. അവിടെ കൈപ്പണിയായി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് കുറച്ച് അത്രയ്ക്ക് അങ്ങോട്ട്, പക്ഷെ റിയൽ റെവലേഷൻ നമ്മൾ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ്. നമ്മൾ സാധാരണക്കാരല്ല. നമുക്കറിയാം, ഉൽപ്പത്തി നമ്മൾ വായിക്കുന്ന സമയത്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം ഒത്തിരി കാര്യങ്ങൾ സൃഷ്ടിച്ചിട്ട് പറയുകയാണ് എല്ലാം നല്ലതെന്ന് കണ്ടു. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം അവിടെ പ്രത്യേക ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നും കാണുന്നില്ല. അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മാത്രം ഒന്നും പറയുന്നില്ല. പക്ഷെ അതിനുശേഷം പരിശുദ്ധാത്മാവ് ഈ പുതിയ നിയമത്തെ വെളിപ്പെടുത്തുവാണ്, മനുഷ്യൻ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ്. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ അതേ സ്വരൂപത്തിൽ, അതേ സ്വാദൃശ്യത്തിലാണ്. ദൈവത്തിൻ്റെ എന്തൊക്കെ എബിലിറ്റീസ് ഉണ്ടോ അത് നമ്മുടെ ഉള്ളിൽ, മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ പറയും, അയ്യോ ഞങ്ങൾ വെറും മനുഷ്യരാണ്. പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന വേറെ തലത്തിലാണ്. അത് തിരിച്ചറിയുമ്പോൾ, നിങ്ങൾ യേശുക്രിസ്തുവിലുള്ള വ്യക്തി അത് തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം എന്നോട് പറഞ്ഞു. ഇന്ന് ഞാനിത് പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൾറെഡി സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എന്നോട് ദൈവം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞൊരു കാര്യം, ഈ സിസ്റ്റുകൾ മാറിപ്പോകുന്നു. അത് ഞാൻ കേട്ട ആ ഒരു ശബ്ദം അതാണ്, നിങ്ങളുടെ ശരീരത്തിൽ അത് നിങ്ങളുടെ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റുകൾ അത് ദൈവം നീക്കിക്കളയുകയാണ്. വിശ്വസിക്കുക, ഈ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്ന കാര്യം, ഫസ്റ്റത്തെ കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ്. നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പദ്ധതി കൊണ്ടാണ്. നമുക്കൊരു വാക്യം വായിക്കാം, എഫേസ്യർ 4:1. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന എഫേസ്യർ 1:4. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. മതി നോക്കിയേ, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇരിക്കുന്നത്,
നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. നോക്കിയേ, ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് ലോകം സൃഷ്ടിച്ചിട്ടില്ല, ആദമിനെയും ഔവയും സൃഷ്ടിച്ചിട്ടില്ല. പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റ് പറയുവാണേ, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്തു. ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ പറയുവാണേ, നമ്മൾ അവന്റെ സന്നിധിയിൽ എന്തായിരുന്നു? വിശുദ്ധരും നിഷ്കളങ്കരമാകേണ്ടതിന്. അപ്പൊ ഞാൻ ചോദിക്കുന്ന കാര്യം, നമുക്കറിയാവുന്ന ആദ്യത്തെ മനുഷ്യൻ ആദമ, അത് കഴിഞ്ഞ് ഔവയെ സൃഷ്ടിച്ചു. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുവാണേ, ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുമ്പേ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ എൻ്റെ ക്വസ്റ്റ്യൻ, ഇല്ലാത്ത ഒരാളെ എങ്ങനെയാ തിരഞ്ഞെടുക്കുന്നത്? നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല, നിങ്ങൾ അവിടെ എക്സിസ്റ്റൻസ് കാണുന്നില്ല, പക്ഷെ ദൈവം പറയുവാണ് ഓൾറെഡി നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വാക്യത്തിൽ പറയുന്നുണ്ട്, അതായത് യിരെമ്യാവ് 1:5 ഇങ്ങനെ പറയുന്നുണ്ട്, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. അപ്പൊ എൻ്റെ ക്വസ്റ്റ്യൻ, എവിടെയാണ് നമ്മൾ? ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ എവിടെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞ മർമ്മം, നമ്മൾ യേശു ക്രിസ്തുവിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ, നമ്മൾ ദൈവത്തിന്റെ റലത്തിൽ, ദൈവം എന്ന തലത്തിൽ നമ്മൾ എക്സിസ്റ്റൻസ്, നമ്മൾ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. നമ്മുടെ ഡെസ്റ്റിനി യേശു ക്രിസ്തുവിൽ ഒരു തെരഞ്ഞെടുപ്പ് നമുക്കുണ്ട്. കാരണം പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുകയാണ്, നമ്മൾ അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് നമ്മളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. യേശു ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാൻ പോകുന്ന നമ്മളെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് വന്നവരല്ല, നമ്മൾ ദൈവത്തിൽ നിന്നും പുറപ്പെട്ട് വന്നവരാണ്. നമ്മൾ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ എക്സിസ്റ്റൻസ് ദൈവത്തിന്റെ കൂടെയായിരുന്നു. ഒരു വാക്യം ഞാൻ പറയാം. ഒരു വാക്യം, റോമർ 11:36. റോമർ 11:36 ഒന്ന് വായിക്കോ. അത് അവനിൽ സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. നോക്കിയേ, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നല്ലോ. സകലതും, ഞാനും നിങ്ങളും മാത്രമല്ല, സകലതും സ്റ്റാർട്ട് ചെയ്തത് അവനിൽ നിന്നാണ്. അവനാലും യേശുവിനാൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. ദൈവത്തിൽ നിന്നും പുറപ്പെട്ടു, യേശുവിനാൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു, ഇനിയും അവങ്കലേക്കുമാകുന്നു. ഒരു സമയം വരും, സകലതും വീണ്ടും ക്രിസ്തുവിൽ ഒന്നാകുന്ന ഒരു സമയം. ഇതാണ് റെവലേഷൻ. നമ്മൾ സാധാരണക്കാരല്ല, നമ്മൾ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട് ഒരു പ്രത്യേക മിഷനുമായി നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. നമുക്ക് ഒരു മിഷനുണ്ട്. ആ മിഷൻ പൂർത്തീകരിച്ചിട്ട് നമ്മൾ ദൈവത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. ദൈവത്തിന്റെ വചനം കറക്റ്റായിട്ട് പറയുക. നമ്മളെപ്പോഴും, എനിക്കറിയത്തില്ല ഇത് ഞാൻ പറയുന്ന വലിയ തിയററ്റിക്കൽ കാര്യമാണോ എനിക്കറിയത്തില്ല. നിങ്ങൾക്കിത്, ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഉള്ളിലോട്ട് കയറും. ഇതൊരു പവർഫുൾ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് പ്രസംഗമല്ല. നിങ്ങളിത് തിരിച്ചറിയുമ്പം നിങ്ങളിലെ ക്രിസ്തു വെളിപ്പെടും. നിങ്ങളിൽ ക്രിസ്തു ഇരിക്കുക. മഹത്വത്തിന്റെ പ്രത്യാശയായ യേശു നിങ്ങളുടെ ഉള്ളിലിരിക്കുവാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളിലെ ക്രിസ്തു മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിൽ വെളിപ്പെടും. ഇതാണ് ദൈവത്തിന്റെ റെവലേഷൻ. ഇന്ന് നോക്കി, ഞാൻ ഒരു വാക്യം കൂടെ പറയാൻ, നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ സ്പീഡിലാണ് ഞാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ അവൻ്റെ മാസ്റ്റർ പീസാണ്. ദൈവം സൃഷ്ടിച്ച ഏറ്റവും, ഞാൻ അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ദൈവത്തിന്റെ വചനപ്രകാരം പറയുവാണ്. ദൈവത്തോട് ചോദിക്കുവാണ്, ഒത്തിരി കാര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്, ഏറ്റവും നല്ല കാര്യം അങ്ങയുടെ സൃഷ്ടിയിൽ അങ്ങയുടെ മാസ്റ്റർ പീസ് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ പറയും, എൻ്റെ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുത്ത എൻ്റെ ജനമാണ് എൻ്റെ മാസ്റ്റർ പീസ്. അങ്ങനെ ദൈവം പറയത്തുള്ളൂ. ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ തന്നെ പറയും. ഉദാഹരണം പറയുകയാണ്, നമ്മൾ ഈ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് തന്നെ, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. നമുക്ക് ഒരു പ്രശസ്തനായ ഒരു ചിത്രകാരനുണ്ട്, ലിയാനോ ഡാവിൻസി. അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര പെയിന്റിംഗ് ഉണ്ട്, മോണോലിസ. പണ്ട് ചെറുപ്പം തൊട്ടേ ഈ മോണോലിസ എന്ന് പറഞ്ഞ പെയിന്റിങ് കാണുമ്പോൾ ഉടനെ ഈ
ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ പേരാണ് മനസ്സിലോട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക്, അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സുക്കൻബർഗ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതിൻ്റെ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. അതായത് അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൻ്റെ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മാസ്റ്റർ പീസ് എന്ന് പറയുവാണെങ്കിൽ ആ സൃഷ്ടാവിൻ്റെ പെർഫെക്ഷൻ അതിനകത്ത് കാണും. ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ മാസ്റ്റർ പീസ് ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സൃഷ്ടാവിൻ്റെ പെർഫെക്ഷൻ നിങ്ങൾക്കുണ്ട്. ഞാനിത് നിങ്ങൾ വിശ്വസിച്ചൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ചുമ്മാ പറയല്ല, സൃഷ്ടാവിൻ്റെ, ദൈവത്തിൻ്റെ പെർഫെക്ഷൻ എന്നിലുണ്ട്, നിങ്ങളിലുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുവാണേ, അവനിൽ നമ്മൾ പൂർണ്ണരാണ്. അവനിൽ നമ്മൾ പൂർണ്ണ. ഒരു വചനം അങ്ങനെ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിൽ നമ്മൾ പൂർണ്ണരാണ്, പരിപൂർണരാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് കാര്യം പിന്നെ ശരിയാകാൻ വേണ്ടിയല്ല. ഞാൻ ദൈവത്തെ വിശ്വസിച്ചു, ദൈവത്തെ എൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച ആ സമയത്ത് എൻ്റെ ഉള്ളിൽ ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞു. കർത്താവിൻ്റെ പെർഫെക്ഷൻ എൻ്റെ ഉള്ളിൽ വെളിപ്പെട്ടു. ഈ ഒരു റെവലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡൗൺ ആയി പോകത്തില്ല. ചില ആൾക്കാർ പറയും, ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, അല്ലെങ്കിൽ ഞാൻ ഒത്തിരി ഉപവസിക്കും, പക്ഷെ ഇടയ്ക്ക് ഇപ്പോൾ പണ്ടത്തെ ആ കൃപയൊന്നും കാണുന്നില്ല, പണ്ടത്തെ പോലെ എനിക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്ന കാര്യം, അത് ഏറ്റവും മണ്ടത്തിലാണ് നിങ്ങൾ പറയുന്നത്. ദൈവം നിങ്ങളെ യേശുക്രിസ്തുവിൻ്റെ പെർഫെക്ഷനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോകത്തില്ല. നിങ്ങളുടെ മനസ്സ് പുതുക്കി നിങ്ങൾ രൂപാന്തരപ്പെടണം. എത്ര പേര് ദൈവത്തിന് വേണ്ടി മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു? നിങ്ങൾ മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ റെവലേഷൻ, ഞാൻ യേശുക്രിസ്തുവിൽ പൂർണ്ണനാണ് എന്ന റെവലേഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം, വലിയ അറിയപ്പെടുന്ന പാസ്റ്റർമാർ വന്ന് നിങ്ങളുടെ തലയിൽ കൈവച്ചിട്ട് ഞാൻ നിങ്ങളെ ഇമ്പാർട്ട് ചെയ്യുന്നു പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഈ വചനം വായിക്കുമ്പോൾ വചനത്തിൽ നിന്നുള്ള റെവലേഷൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ട് നിങ്ങളുടെ മേൽ വചനത്തിൽ നിന്നൊരു ഇമ്പാർട്ടേഷൻ വരും. ഇതാണ് സത്യം. വചനത്തിൽ നിന്നും കിട്ടുന്ന ഇമ്പാർട്ടേഷൻ, അതാണ് ഹയർ. ബാക്കിയുള്ളതെല്ലാം ലിമിറ്റഡാ. മേ ബി എനിക്ക് ഒരാളുടെ മേൽ കൈവച്ചിട്ട് പറയാം, എൻ്റെ മേലുള്ള പ്രോഫറ്റിക്കൽ അനോയിന്റിങ് പകരുന്നു പറയാം. ചിലപ്പം അദ്ദേഹം പ്രവചിച്ചെന്ന് വരാം. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പറയുക, എല്ലാവർക്കും പ്രവചിക്കാൻ വേണ്ടി പറ്റും. പ്രവചനം വരെ ആഗ്രഹിക്കണം. നിങ്ങൾ ആ റെവലേഷൻ കണ്ടിട്ട് അതിനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് എടുത്താൽ ഉറപ്പായിട്ടും പ്രവചിച്ചിരിക്കും. ദൈവത്തിൻ്റെ വചനം പറയാം, നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. വരത്തില്ലെന്ന് എഴുതിയിട്ടില്ല, സോറി. എന്തോ ഒരു കാര്യം സംഭവിക്കാനുണ്ട്. എനിക്കറിയത്തില്ല ലൈവൊക്കെ കിട്ടുന്നുണ്ടോന്ന്. നോർമലി ലൈവ് ആ സമയത്ത് ബ്രേക്ക് ആവും. ഇതിനകത്ത് ഞാനിത് പറയുമ്പോൾ സ്പിരിച്വൽ തലത്തിൽ ഭയങ്കര ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുക. ഞാനത് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ഉള്ളിലോട്ട് അത് കയറുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിലോട്ട് അത് കയറിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ കാര്യം, ദൈവത്തിൻ്റെ വചനം പറയാം, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും എന്ന് പറയുമ്പോൾ അത് സത്യമാണ്. റെവലേഷൻ എടുത്താൽ ഉറപ്പായിട്ടും സംഭവിച്ചിരിക്കും. ഞാൻ പറഞ്ഞ കാര്യം, ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ വരുന്നത് അതുപോലെ സംഭവിക്കും. ആ എഫെസ്യ ലേഖനത്തോട് ഒന്നുകൂടി പോകാം. ആദ്യം ഞാൻ വായിച്ച വാക്യം 2:10. യേശുവിൻ്റെ നാമത്തിൽ നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തിക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകും. അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്. അവിടെ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാക്യം കൂടെ പറയാം. റോമർ 8:29. അവിടെ എങ്ങനെ എഴുതിയിട്ടുണ്ട്? അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, ദൈവത്തിൻ്റെ ഉൽപ്പത്തിക്കകത്ത് പറയുവാണ്, ദൈവത്തിൻ്റെ അതേ സ്വരൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. പക്ഷെ റിയൽ റെവലേഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ, നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് പുത്രൻ്റെ സ്വരൂപത്തിലാണ്. അതായത് നമ്മളെ സ്പിരിച്വൽ തലത്തിൽ നമ്മുടെ റിയൽ ആ ഒരു
എന്താ പറയുന്നത്, സ്പിരിച്വൽ മനുഷ്യനെ കണ്ടാൽ യേശുവിനെ പോലെ ഇരിക്കും. യേശുവിൻ്റെ സ്വരൂപത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ സകല ക്യാരക്ടേഴ്സും നമ്മളിൽ നിന്ന് പുറപ്പെട്ട് വന്നേ പെടത്തുള്ളൂ. നമ്മൾ പറയാം ബോൺ അഗെയിൻ ആണ്, ഞങ്ങൾ ആത്മാവിൽ മൂവ് ചെയ്യുന്നവരൊക്കെയാണെന്ന് പറഞ്ഞിട്ടും ജഡത്തിൻ്റെ കാര്യം മാത്രമേ വെളിപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോൺ അഗെയിൻ അല്ല. ഇത്രയും നാൾ ഞാൻ ബെന്തക്കോസ്തി വന്നു, ഞാൻ ഉപവസിച്ചു, ഞാൻ അന്യഭാഷ പറഞ്ഞു, ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ഒന്നും നടക്കുന്നില്ല ബ്രദറെ, ഞാൻ ഈ വിശ്വാസം അങ്ങ് വിട്ടാലെന്ന് ആലോചിക്കുക. മണ്ടത്തരാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കർത്താവിനെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. കൊറോണ സമയത്തറിയാം ഒത്തിരി സഭകൾ അടഞ്ഞുപോയി. എനിക്കറിയാം ഒത്തിരി സഭകൾ അടഞ്ഞുപോയി. ഒത്തിരി ആൾക്കാർ അവരുടെ വിശ്വാസം വിട്ട് പാരമ്പര്യ സഭകളിലോട്ട് പോയി. എന്നാൽ അതുവരെ മറഞ്ഞു കിടന്ന കുറച്ച് ആൾക്കാരെ ദൈവം പൊക്കിക്കൊണ്ട് വന്നു, റിയൽ ആൾക്കാർ. എൻ്റെ മിനിസ്ട്രി വെളിപ്പെട്ട കൊറോണ സമയത്ത് ഒരു ചെറിയൊരു സൂം സ്റ്റാർട്ട് ചെയ്തു എൻ്റെ ഒരു ഫ്രണ്ടിനെ സഹായിക്കാൻ വേണ്ടി. പക്ഷെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. ഞാൻ ഒരിക്കലും ഈ പ്രസംഗിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല. ഞാൻ പറയുന്ന കാര്യം, എനിക്ക് എന്തെങ്കിലും കിട്ടിയാലും എനിക്ക് എന്തെങ്കിലും കിട്ടിയില്ലേലും, എൻ്റെ രോഗം സൗഖ്യമായാലും എൻ്റെ രോഗം സൗഖ്യമായില്ലേലും കർത്താവിനെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇതാണ് നമുക്ക് വേണ്ടത്. ഏറ്റവും വലിയ ട്രഷർ കർത്താവ. ഏറ്റവും വലിയ ട്രഷർ കർത്താവ. ഞാൻ അടുത്ത അതിലോട്ടും കൂടെ പോകണം, ഞാൻ ഒട്ടും സമയം കളയുന്നില്ല. പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മളെ സൽപ്രവർത്തിക്കായിട്ട് മുൻ നിയമിച്ചിരിക്കുക. മലയാളത്തിൽ വായിക്കുമ്പോൾ എങ്ങനെ എഴുതിയിരിക്കുന്നത്? സൽപ്രവർത്തി. നമ്മൾ വിചാരിക്കും ചാരിറ്റി, കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ മാറിയിരിക്കുക. അങ്ങനെയല്ല. നിങ്ങളെ ദൈവം വെച്ചിരിക്കുന്ന സൽപ്രവർത്തിക്കായിട്ട് ഓൾറെഡി മുൻ നിയമിച്ചിരിക്കുകയാണ്. ആദ്യം ഞാൻ വായിച്ച ഒരു വാക്യത്തിൽ പറഞ്ഞു, ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അറിഞ്ഞു ജാതികൾക്ക് പ്രവാചകനായിട്ട് നിയമിച്ചിരിക്കുക. അമ്മയുടെ ഉദരത്തിൽ ഉരുവായിട്ട് പോലുമില്ല, അതിനു മുമ്പേ ദൈവം അറിഞ്ഞു, മിനിസ്ട്രി നിശ്ചയിച്ചു. ദൈവത്തിന്റെ വചനം പറഞ്ഞ കാര്യം, നിങ്ങളെ ഈ ഇരിക്കുന്ന സകല വ്യക്തികൾക്കും വേണ്ടി ദൈവം ഒരു മിനിസ്ട്രി, ഒരു പ്രവൃത്തി ദൈവം വെച്ചിട്ടുണ്ട്. അത് നിങ്ങളിൽ കൂടെ മാത്രമേ പറ്റത്തുള്ളൂ. മോശയെ വിളിച്ച പ്രവൃത്തി ചെയ്യണമെങ്കിൽ അഹരോന് പറ്റത്തില്ല. മോശയോട് ദൈവം പറയാം, നീ അങ്ങനെ പോയി ചെയ്യണമെന്ന് പറയും. മോശ പറയാം, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ വിക്കനാണ്. മോശയുടെ അത് കണ്ടിട്ട് അഹരോനെയും കൂടെ കൂട്ടത്തിൽ വിട്ടു. അഹരോൻ പറയും, മോശ പറയും, അഹരോനോട് പറയും, അഹരോൻ പറയും. ഇതായിരുന്നു ഓർഡർ. പിന്നെ നോക്കിയാൽ അറിയാം, അഹരോനെ അധികം കാണാതായി, മോശ തന്നെ ഫ്രണ്ടിൽ കയറി വരുന്ന കാണാം. നിങ്ങൾ ആ ഭാഗം വായിച്ചത് അറിയാം. ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് വേണ്ടി വെച്ച മിനിസ്ട്രി നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങൾ ഇന്ന് വിചാരിക്കുക ഞാൻ കർത്താവിൽ എല്ലാം എന്നെ പരാജയപ്പെട്ട് ഞാൻ അങ്ങ് മാറിപ്പോന്ന് പറഞ്ഞാൽ ആ മിനിസ്ട്രി നടക്കത്തില്ല. ദൈവം വേറെ ആളെ കണ്ടുപിടിക്കും. ശൗലിനെ തള്ളിയിട്ട് ദൈവം ദാവീദിനെ കണ്ടുപിടിച്ചു. ഞാൻ പറഞ്ഞ കാര്യം, ദൈവം നിങ്ങൾക്ക് വെച്ച മിനിസ്ട്രി നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ താല്പര്യമുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുവാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന സാധാരണ കാര്യത്തിന് വേണ്ടിയല്ല, അസാധാരണമായ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയാണ്. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മ പറയുവാണേ, നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സൽപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യം വായിക്കാം. ഒരു വാക്യം കൂടെ, യേശുവിൻ്റെ നാമത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്. നമ്മളെ ദൈവം ഒരു ആയുധമാക്കിയിട്ട് തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചു. യെശയ്യാ 49:2 ഒന്ന് വായിക്കാവോ? അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തന്റെ പൂണിയിൽ മറച്ചു വെച്ചു. നോക്കിയേ, ഇവിടെ ഒരു വ്യക്തിയെ കുറിച്ച് പറയുക, ഒരു മിനുക്കിയ അമ്പാക്കി മാറ്റി. ഫസ്റ്റത്തെ കാര്യം, നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ ഒരു പവർഫുൾ വെപ്പണാണ്. ആ വെപ്പണ് ഒരു ദൗത്യമുണ്ട്. നമുക്കറിയാം, പണ്ട് ഈ റിപ്പബ്ലിക് ഡേ ആണോ അതോ ഇൻഡിപെൻഡൻസ് ഡേ ആണോ എന്നറിയത്തില്ല, ഈ ദൂരദർശനകത്ത് പരേഡുണ്ട്, പരേഡ് കാണിക്കും. റിപ്പബ്ലിക് ഡേ ആണോ രണ്ടിനും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആയുധങ്ങളും ഇന്ത്യയുടെ ഫൈറ്റർ അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പ്ലോട്ട് പോകും. അപ്പം നമ്മളിങ്ങനെ നോക്കി അത്ഭുതപ്പെട്ടു, ഇത്രയും കാര്യങ്ങൾ ഇന്ത്യയുടെ കയ്യിലുണ്ട്. പക്ഷെ ഒരു യുദ്ധം വരുമ്പോഴാണ് മറച്ചു വെച്ച ചില ആയുധങ്ങൾ പുറത്തു വരും. അത് പബ്ലിക്കിൻ്റെ മുമ്പിലില്ല. ദൈവത്തിൻ്റെ പ്രത്യേകത, നിങ്ങൾ തന്നെ വിശ്വസിക്കത്തില്ല, നിങ്ങളെ ദൈവം വെച്ചിരിക്കുന്ന മിഷൻ ഭയങ്കരമായിരിക്കും. ഇപ്പം നിങ്ങൾ മറഞ്ഞിരിക്കുക, പക്ഷെ ഒരു സന്ദർഭം വരുമ്പം
ദൈവം നിങ്ങളെ എടുത്ത് ഉപയോഗിക്കും. ഇവിടെ പറഞ്ഞ കാര്യം, ആ ആയുധത്തെ ദൈവം മറച്ചു വെച്ചിരിക്കുമായിരുന്നു. തൻ്റെ എവിടെയായിരുന്നു അങ്ങനെ ഇരിക്കുന്നേ? തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. ഈ ഒളിപ്പിക്കുന്നതിൻ്റെ പ്രത്യേകത, നമ്മൾ യേശു ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുവാണ്. ചില ആൾക്കാർ പറയുന്നുണ്ട്, ചില ആൾക്കാർ ഈ സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ചൊക്കെയുള്ള യൂട്യൂബ് വീഡിയോ ഒക്കെ ഒത്തിരി കാണും. എന്നിട്ട് പറയും, ബ്രദറെ എനിക്ക് ഭയങ്കര അറ്റാക്ക്, ഞാൻ ഇന്നലെ കിടന്ന സമയത്ത് ഒരു കാര്യം ഇങ്ങനെ വന്നു, അങ്ങനെ വന്നു. അറ്റാക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. റിയാലിറ്റി, നമ്മൾ യേശു ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുവാണ്. തൻ്റെ കൈയുടെ നിഴലിൽ ഞാൻ മറഞ്ഞിരിക്കുവാണ്. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ കീഴുവാൻ പാർക്കുകയും ചെയ്യുന്നവൻ. നമ്മൾ ഹിഡനാണ്. യേശു ക്രിസ്തുവിലുള്ള വ്യക്തി ഹിഡനാണ്. പിശാചിനെ പിടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാവോ, ശൗല് ദാവീദിനെ ഇട്ട് ഓടിക്കുക, നിസ്സാരമായിട്ട് പിടിക്കാം, പക്ഷെ പറ്റുന്നില്ല. കാരണം ദാവീദ് ശൗലിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുക, ദൈവം മറച്ചു വെച്ചിരിക്കുക, പിടിക്കാൻ പറ്റത്തില്ല. വേറൊരു കാര്യം പറയാം. ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു, ഞാൻ ശൗലിനെ തള്ളിക്കളഞ്ഞു, ഞാൻ ഒരാളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും, ജസ്സി എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ ചെന്നിട്ട് അവൻ്റെ മകനെ അഭിഷേകം ചെയ്യണം. ശമൂവേൽ പ്രവാചകൻ ചെന്നു, തൈലക്കൊമ്പുമായിട്ട് ചെന്നു. ആദ്യം കണ്ട വ്യക്തിയുടെ മേൽ ഈ അഭിഷേക തൈലം ഒഴിക്കാൻ വേണ്ടി സമയത്ത് ദൈവം പറഞ്ഞു, ഇതല്ല, വേറെ ആളാണ്. അടുത്തയാളെ പിടിച്ചു. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് ശമൂവേൽ പ്രവാചകന് പേര് വെളിപ്പെട്ടില്ല? ലാസ്റ്റ് ദൈവം പറഞ്ഞു, ഒരാൾ ആട് മേയ്ക്കാൻ പോയിട്ടുണ്ട്, ആളെ വിളിക്കുക. ദാവീദിനെ ദൈവം ഒരു സമയം വരെ പ്രവാചകന് പോലും മറച്ചിരിക്കുമായിരുന്നു. ദാവീദ് ഹിഡനായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യം, ഇപ്പം നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഒന്നും ആരും കാണുന്നില്ല, നിങ്ങളുടെ മിനിസ്ട്രി ആരും കാണുന്നില്ല. ദൈവം വെച്ച സമയത്ത് നിങ്ങൾ വെളിപ്പെടും. ആ വെളിപ്പെടൽ, അത് ഭയങ്കര വെളിപ്പെടലായിരിക്കും. ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളെ ദൈവം മറച്ചിരിക്കുക. നിങ്ങളുടെ മിനിസ്ട്രി വെളിപ്പെടുമ്പോൾ അത് അസാധാരണമായ ലെവലിൽ വെളിപ്പെടും. ലെസർ ബ്രദറെ, നിങ്ങളെ ദൈവം മറച്ചിരിക്കുവാണ്. നിങ്ങളുടെ മിനിസ്ട്രി വെളിപ്പെടുന്ന സമയത്ത് ലഹറിഥിയോ റഹധിയോ ലഹറധിമ, നിങ്ങളുടെ മിനിസ്ട്രി വെളിപ്പെടുമ്പോൾ ലോകം നിങ്ങളെ അറിയും. ലോകം നിങ്ങളെ അറിയും. ഞാനിത് ഒരു വ്യക്തിക്ക് വേണ്ടി പറയുകയല്ല, ഇത് വിശ്വസിക്കുന്ന സകല വ്യക്തികൾക്കും. ദൈവത്തിന് പാർഷ്യാലിറ്റി ഇല്ല. ദൈവത്തിന് പാർഷ്യാലിറ്റി ഇല്ല. ഞാൻ പണ്ടൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ചില ആൾക്കാർ വന്ന് പ്രവചിക്കുമ്പോൾ ചില ആൾക്കാരെ മാത്രം പേരൊക്കെ പറഞ്ഞ് പ്രവചിക്കും. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, കർത്താവ് എന്നോടൊന്നും പറയുന്നില്ലല്ലോ, ആരും പറഞ്ഞിട്ടുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് എന്നോടും കൂടി ഉള്ളത്. ഞാനത് വിശ്വസിച്ചു. ഞാൻ പറഞ്ഞ കാര്യം, പേര് പറഞ്ഞ് പ്രവചിച്ചില്ലേലും ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി അവൈലബിൾ ആവണം. പിന്നത്തെ കാര്യം, അതേ വാക്യം ഒന്നുകൂടി ഒന്ന് വായിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ വാക്യം, ആ മറച്ചു വെച്ച വാക്യം, അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെ ആക്കി, തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കി അമ്പാക്കി, തന്റെ പൂണിയിൽ മറച്ചു വെച്ചു. കൊലോസ്യർ 3:3 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അതായത് ഞാൻ എന്ന വ്യക്തി, ഞാൻ ഒരു സമയത്ത് ജനിച്ചു. ഞാൻ എന്ന വ്യക്തി യേശു ക്രിസ്തുവിനെ അറിഞ്ഞ സമയത്ത് ഞാൻ മരിച്ചിട്ട് ഇപ്പോൾ എന്നിൽ ജീവിക്കുന്നത് യേശുവാണ്. എനിക്ക് തോന്നിയ നമ്മുടെ ടിൻജോ പാസ്റ്ററാണ് തോന്നിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഒരു സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ ഒരാൾ മന്ത്രവാദം ചെയ്യാൻ വേണ്ടി പോയി. മന്ത്രവാദിയുടെ അടുത്ത് ഈ പേരും ഡീറ്റെയിലും എല്ലാം പറഞ്ഞിട്ട് മന്ത്രവാദി പറഞ്ഞു, ഈ വ്യക്തി മരിച്ചുപോയ ആൾക്ക് എതിരെ എങ്ങനെയാണ് നമ്മൾ മന്ത്രവാദം ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ കാര്യം, എന്നിൽ ജീവിക്കുന്ന യേശുവാണ്, ഞാൻ മറഞ്ഞിരിക്കുന്ന യേശുവിലാണ്. പിശാചിനെ തൊടാൻ വേണ്ടി പറ്റുമോ? പിശാചിനെ തൊടാൻ പറ്റത്തില്ല. വിശ്വസിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കേൾക്കാം. വചനം പറയുന്നു, നിങ്ങൾ യേശു ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. അതിൻ്റെ അർത്ഥം പ്രതികൂലം വരത്തില്ലെന്നല്ല. പ്രതികൂലം വരും, പ്രശ്നങ്ങൾ വരും. യേശു ക്രിസ്തുവിലെ ജയം അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ മേളിൽ കയറിപ്പോകും. ഓരോ പ്രശ്നങ്ങളും ഓരോ പ്രതികൂലങ്ങളും നിങ്ങളുടെ റാങ്കിനെ കൂട്ടും. ആദ്യം ദാവീദ് വെറും ഇടയ ബാലനായിരുന്നു.
ഒരു കല്ലെറിഞ്ഞു, മല്ലൻ താഴെ പോയി, രാജകൊട്ടാരത്തിലോട്ട് പതുക്കെ പ്രവേശിച്ചു. യുദ്ധങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ പ്രശ്നം തുടങ്ങി. ശൗൽ ഓടിച്ചു, ഓട്ടത്തോടോട്ടം. ലാസ്റ്റ് സംഭവിച്ച കാര്യം, ശൗല് മാറി ദാവീദ് കയറി. റലം മാറും, റാങ്ക് മാറും. ഇതിന് റാങ്കിങ് ഉണ്ട്. സ്പിരിച്വൽ തലത്തിൽ റാങ്കിങ് ഉണ്ട്. നിങ്ങളുടെ റാങ്ക് മാറണമെങ്കിൽ പ്രതികൂലം വരുമ്പോൾ സന്തോഷിച്ചോണം. കാരണം കർത്താവെ പ്രതികൂലം അതല്ല, പ്രതികൂലം കർത്താവ് തരത്തില്ല, അത് പിശാചാണ്. പക്ഷെ നിങ്ങൾ ജയിക്കുമ്പോൾ നിങ്ങളുടെ റാങ്ക് കയറും, നിങ്ങളുടെ അതോറിറ്റിയുടെ റലം മാറും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക, നിങ്ങളെ മറച്ചിരിക്കുവാണ്, നിങ്ങളൊരു ആയുധമാണ്. സൽപ്രവർത്തിക്ക് വേണ്ടി, ദൈവത്തിന്റെ മിഷന് വേണ്ടി നിങ്ങളെ ഓൾറെഡി മുൻ നിയമിച്ചിരിക്കുക. അത് ദൈവത്തിന്റെ നിശ്ചയമാണ്. യേശുവിന്റെ മിഷൻ പിശാചിന്റെ തലയെ തകർക്കുക, പിശാചിന്റെ തലയെ തകർക്കുക. അതാണ് യേശു ചെയ്തത്. നമ്മുടെ കാര്യം, അതേ കാര്യം നമ്മളിൽ കൂടെ നിവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എപ്പോഴും പറയും, നമ്മൾ നിൽക്കുന്ന രാജ്യത്ത് ഇത് ഓരോ ടെറിറ്റോറിയൽ ഫോഴ്സുകളുണ്ട്. ഓരോ രാജ്യത്തിൻ്റെയും അങ്ങോട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ട് എനിക്ക്, ഞാൻ അവിടെ പെട്ടെന്ന് തീർക്കുകയാണ്. ഓരോ രാജ്യത്തിൻ്റെയും ഓരോ ടെറിറ്റോറിയൽ ഫോഴ്സുകളുണ്ട്. അത് നമ്മൾ സ്പിരിച്വൽ ബ്രദറെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ, നമ്മൾ യേശുവിൻ്റെ അധികാരത്തിൽ ആ ഒരു ഭാഗത്തെ ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ ദൈവരാജ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കും. പിന്നെ അത് നമ്മുടെ അണ്ടറിലാണ്, അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ, നിങ്ങളൊരു ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ അതോറിറ്റിയിൽ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അതിനെ ജയിക്കുമ്പോൾ അവിടെ ദൈവരാജ്യത്തിൻ്റെ ശക്തി, ദൈവരാജ്യത്തിൻ്റെ റലം വ്യാപരിക്കുവാണ്. നമുക്കിത് നമ്മൾ നിൽക്കുന്ന രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇത് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എവിടെയാണേലും നിങ്ങൾ നിൽക്കുന്നിടത്ത് നിങ്ങൾ ആയുധമാണ്. അവിടെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റിരിക്കാം. ഹല്ലേലൂയ. റതീരിയോ ശഹറതീരി ഖോലഹറതീരിയോ സികാറഹദീരിയോ ലഹറഫു റഹസിഖോ റഹതീരിയോ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ലഹറതീരി ഖോ ശഹറതീരിയോ. Ora Dio, Rio, Dara Dio, Loria Dio, Rio, Oria Dio, Ria Dio, Loria Dio, Ora Dio, Lia Dio, Rio Dio, Ora Dio, La Dio, Hallelujah, Lashiko, Loshiko Ritiri, Ori Malaramasmi. Hallelujah. Thank you, we worship you, Lord. Hallelujah. Hallelujah. Narathiyo loshikoritiriyo. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങനെ സിസ്റ്റിന്റെ പ്രോബ്ലം ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ലൈവിൽ കാണുന്ന വ്യക്തികൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുക, ഈ സമയത്ത് നിങ്ങളുടെ മേൽ സൗഖ്യം വ്യാപരിക്കാൻ വേണ്ടി പോവുക.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ലഷിക്കോ റഥീരിക്കോ അത് ഞാൻ ബ്രേക്ക് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ സൗഖ്യം അവിടെ വെളിപ്പെടട്ടെ. നിങ്ങളുടെ അതുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ ഇപ്പോൾ വിട്ടുമാറട്ടെ യേശുവിന്. രണ്ടാമത്തെ കാര്യം, ദൈവം നിങ്ങളെ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി വെച്ചിരിക്കുക. അതാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം. നിങ്ങളിൽ കൂടെ പിശാചിന്റെ ചില കോട്ടകളെ ദൈവം ബ്രേക്ക് ചെയ്യും. അത് നിങ്ങളാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ ഉയർത്താം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതുവരെ മിനിസ്ട്രിയിൽ മുന്നോട്ട് പോകാൻ പറ്റി കാണത്തില്ല. പക്ഷെ ഈ വചനം വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. നിങ്ങൾ ആഗ്രഹിച്ച, ദൈവം ആഗ്രഹിക്കുന്ന അതിലോട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും യേശുവിന്റെ നാമത്തിൽ. കർത്താവ് ഇപ്പോൾ അത് സ്വീകരിക്കുന്ന വ്യക്തികളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ആ റലം ഓപ്പൺ ആകട്ടെ, ആ റലം ഓപ്പൺ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. രഹസ്യോ റഹതിരിയോ ലഹറതിരികോ ശഹറതിലികോ റതിരിയോ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് സംഭവിക്കുവാണ്. ഇപ്പോൾ അത് സംഭവിക്കുവാണ് യേശുവിന്റെ നാമത്തിൽ. ഞാൻ പ്രവചിക്കാൻ പോവാണ്. ഈ ദിവസം തൊട്ട് നിങ്ങളുടെ സ്പിരിച്വൽ റലം മാറും, നിങ്ങളുടെ മിനിസ്ട്രിയുടെ ലെവല് മാറും. നിങ്ങൾ വെറുതെ, ഞാൻ പറഞ്ഞ ചുമ്മാ ഒന്ന് പ്രാർത്ഥിച്ചാൽ പോലും ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. നിങ്ങൾ തന്നെ വിചാരിക്കും, ഇത് ഞാനാണോ ചെയ്തത്, എന്നിൽ കൂടെയാണോ സംഭവിച്ചത്. ആ രീതിയിൽ ഒരു ടേൺ ഓവർ സംഭവിക്കാൻ വേണ്ടി യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ റിലീസ് ചെയ്യുന്നു. അത് സഭയിൽ അതുപോലെ സംഭവിക്കട്ടെ, അതുപോലെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കർത്താവ് ചെയ്ത കൃപയ്ക്കായിട്ട് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.